നമസ്കാരം. ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ഫിസിക്സിലെ ചാപ്റ്ററായ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ആദ്യ ഭാഗമാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ രണ്ടാം ഭാഗമാണ്. തുടങ്ങുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ മുതലാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു മനസ്സിലാക്കിയത്? നമ്മൾ ആദ്യം പറഞ്ഞത് ബോയൻസി എന്താണെന്നാണ്. ബോയൻസി എന്താണെന്ന് നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ബോയൻസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ബോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഡെൻസിറ്റിയും വോളിയവും. ഡെൻസിറ്റിയും വോളിയം. ഇനി ബോയൻസി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ചെറിയ എക്സ്പെരിമെന്റ് നമ്മൾ നോക്കിയാൽ. ഇനി നോക്കുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. മുത്തോലക നിയമം ആവിഷ്കരിച്ച ആളാണ് ആർക്കിമിഡീസ്. അപ്പോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലേക്ക് വരാം. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മളൊരു ബീക്കറിൽ കുറച്ച് ജലം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ബി എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ വസ്തു ഈ ദ്രാവകത്തിലേക്ക് വീഴുമ്പോൾ ഈ ദ്രാവകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിക്വിഡ് ഏതാണ്? വെള്ളമാണ്, അല്ലെ? വാട്ടറിന്റെ ലെവൽ എന്ത് ചെയ്യും? റേസ് ചെയ്യും ആണല്ലോ. ജലനിരപ്പ് ഉയരും. ഇനി നമ്മൾ നിറയെ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പാത്രത്തിൽ നിന്നും വെള്ളം കവിഞ്ഞ് പുറത്തേക്ക് വിടും. അപ്പോ ഒന്നുകൂടെ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ബീക്കറിൽ നമ്മൾ കുറച്ച് ജലം എടുക്കുന്നു. ആ ജലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു വസ്തു, ഇവിടെ ഇട്ട വസ്തു ബി ആണ്. ഇപ്പൊ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തു, മുക്കി വെച്ചു. അപ്പൊ എന്ത് ചെയ്യും? നേരത്തെ ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ കൂടുതലായിരിക്കും വസ്തുവിനെ ബീക്കറിലേക്ക് ഇടുമ്പോൾ. അല്ലെങ്കിൽ പാത്രത്തിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിൽ വസ്തുവിനെ നമ്മൾ പാത്രത്തിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും? ജലം പാത്രം കവിഞ്ഞ് പുറത്തേക്ക് വിടും. അപ്പോ ഈ പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ അളവും നമ്മൾ ആ വസ്തു ബീക്കറിലേക്ക് ഇട്ടല്ലോ, ആ വസ്തുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ എന്താ പറഞ്ഞേ? പുറത്തേക്ക് ഒഴുകിയ വെള്ളം, പാത്രത്തിൽ നിറയെ നമ്മൾ വെള്ളം എടുത്തു, അതിലേക്ക് വസ്തുവിനെ എന്ത് ചെയ്തു? നമ്മൾ മുക്കി വെച്ചു. അപ്പൊ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിന്റെ അളവും പിന്നെ വസ്തുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. കൃത്യമായി പറഞ്ഞാൽ വസ്തുവിന്റെ ബൊയൻസിയും പുറത്തേക്ക് ഒഴുകിയ വാട്ടറിന്റെ വെയിറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ ബന്ധം കാണിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് തത്വം. കുഴപ്പമില്ലല്ലോ, നോക്കാം. ആർക്കിമിഡീസ് തത്വം പറയുന്നത് ഇത്രയേ ഉള്ളൂ. When an object is completely or partially immersed in a liquid. എങ്ങനെയാ? When an object is completely or partially immersed in a liquid, the buoyancy experienced by it will be equal to the weight of the liquid displaced by it. ഒരു പ്രാവശ്യം കൂടെ കേട്ടിരിക്കുക, അതിനുശേഷം ഞാൻ വിശദീകരിക്കാം. എന്താ പറഞ്ഞേ? When an object is completely or partially immersed in a liquid, the buoyancy experienced by it will be equal to the weight of the liquid displaced by it. അപ്പോ ആദ്യം പറഞ്ഞ ആ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണ്. ബോയൻസി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ അതേ ഭാഗം തന്നെ. When an object is completely or partially immersed in a liquid, എന്താ അർത്ഥം? ഒരു ലിക്വിഡില് ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുക്കി വെക്കുന്നു. പിന്നെ പറഞ്ഞ എന്താണ്? ദ ബൊയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. നമ്മൾ പറഞ്ഞതാണ്, ബൊയൻസി പറഞ്ഞതാണ്, ഒരു വസ്തുവിനെ ഇങ്ങനെ മുക്കി വെച്ചാൽ എന്ത് ചെയ്യും? ആ ദ്രാവകം മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ബൊയൻസി, അല്ലെ? അപ്പൊ ആ ബൊയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്, ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബൊയൻസി വിൽ ബി ഈക്വൽ ടു എന്തിനു തുല്യമായിരിക്കും? നമ്മൾ പറഞ്ഞല്ലോ, ഈ വസ്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടുമ്പം ആ വെള്ളം എന്ത് ചെയ്യും? നിറയെ വെള്ളമുണ്ട് ആ പാത്രത്തിൽ, നിറയെ. അപ്പൊ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴുകും. അപ്പോ equal to the weight of the liquid displaced by it. Weight of the liquid displaced എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. പാത്രത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയ ജലത്തിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ വെയിറ്റ്. സംശയമുണ്ടോ? അപ്പോ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെ ഉള്ളതായത് ബൊയൻസി എന്തിനു തുല്യമാണെന്നാ പറഞ്ഞേ? വെയിറ്റ് ഓഫ് ദി ലിക്വിഡ്. എങ്ങനെയാ? മൊത്തത്തിലുള്ള വെയിറ്റ് ആണോ? അല്ല. പിന്നെ എങ്ങനെയാ? ആ വസ്തുവിനെ നമ്മള്
ബീക്കറിലെ ലിക്വിഡിലേക്ക് ഇട്ടപ്പോൾ ലിക്വിഡിൽ നിന്നും കവിഞ്ഞു പുറത്തേക്ക് പോയ ജലത്തിന്റെ മാത്രം വെയിറ്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എടുത്തിരിക്കുന്നത് ജലം മാത്രം എടുക്കണം നിർബന്ധമൊന്നുമില്ല, ഏത് ലിക്വിഡ് വേണമെങ്കിലും എടുക്കണം. അപ്പൊ എന്താ പറഞ്ഞേ, ഓർത്തിരിക്കേണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ബോയൻസി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും. പക്ഷേ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയണം. എങ്ങനെ പറയണം? when an object is completely or partially immersed in a liquid, the buoyancy experienced by it will be equal to the weight of the liquid displaced by it. അർത്ഥം എന്താണെന്ന് പിടികിട്ടി കാണുമല്ലോ. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡിലേക്ക് പൂർണ്ണമായോ ഭാഗികമായോ മുക്കി വെക്കും. അങ്ങനെ മുക്കി വെച്ചാൽ നമുക്കറിയാം, നിറയെ വെള്ളമുള്ള പാത്രത്തിലേക്കാണ് നമ്മൾ ഈ വസ്തുവിനെ മുക്കി വെക്കുന്നതെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് കവിഞ്ഞൊഴുകും. ഇങ്ങനെ കവിഞ്ഞൊഴുകിയ വെള്ളത്തിന്റെ വെയിറ്റ് നമ്മൾ എടുക്കുന്നു, ആ വെയിറ്റ് അളന്ന് നോക്കുന്നു. ആ വെയിറ്റിന് തുല്യമായിരിക്കും ഈ വസ്തുവിൽ അനുഭവപ്പെട്ട ബോയൻസി. ഇവിടെ പോണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ലോ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. ലോ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഫ്ലോട്ടേഷൻ. ഇതാണ് ഫ്ലോട്ടേഷൻ. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇതിന്റെ അർത്ഥം അറിയായിരിക്കും. ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുക എന്നുള്ള അർത്ഥം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നമ്മള് ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ ബോയൻസിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു എന്ത്? ഫ്രഷ് വാട്ടറിൽ നിന്നും സലൈൻ വാട്ടറിലേക്ക് പോകുന്ന ഷിപ്പിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫ്രഷ് വാട്ടറിൽ നിന്നും സലൈൻ വാട്ടറിലേക്ക് പോകുന്ന ഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. സലൈൻ വാട്ടറിന് എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി ഫ്രഷ് വാട്ടറിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഷിപ്പ് കുറച്ച് ഉയരും. പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ ഡെൻസിറ്റി കൂടുതലാണ് ലിക്വിഡിനെങ്കിൽ, നമ്മളൊരു വസ്തുവിനെ ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോൾ ആ ലിക്വിഡിന് വസ്തുവിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? വസ്തു പൊങ്ങിക്കിടക്കും. അപ്പൊ നമുക്ക് ഫ്ലോട്ടേഷൻ എന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ ഒരു വസ്തു പൊങ്ങിക്കിടക്കുന്ന എപ്പോഴാണ്? നമ്മളൊരു വസ്തുവിനെ എടുത്ത് ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോൾ ലിക്വിഡിന് ആ വസ്തുവിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ആ വസ്തു പൊങ്ങിക്കിടക്കും. സംശയമില്ലല്ലോ. അപ്പൊ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു സിമ്പിൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പൊങ്ങിക്കിടക്കാന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. ഡെൻസിറ്റി ഡിഫറൻസ് അനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത്. നോക്കാം, നമുക്ക് ലോ ഓഫ് ഫ്ലോട്ടേഷൻ നോക്കാം. അപ്പൊ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്നത് ഡെൻസിറ്റി കൂടിയ ലിക്വിഡിന്റെ കാര്യത്തിലാണ്. കാര്യം ഡെൻസിറ്റി ലിക്വിഡിന് കൂടിയെങ്കിൽ മാത്രമേ വസ്തു എന്ത് ചെയ്യത്തുള്ളൂ? ആ ലിക്വിഡിൽ പൊങ്ങിക്കിടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, ഒരു ബീക്കറിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തു. നേരത്തെ എന്തായിരുന്നു? വസ്തു വെള്ളത്തിൽ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? മുങ്ങിക്കിടക്കുകയായിരുന്നു. ഇനി നമ്മൾ അതല്ല പറയാൻ പോകുന്നത്. നിറയെ വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ എടുത്തിട്ട് ആ ലിക്വിഡിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വെള്ളം ഒന്ന് എടുക്കാം. അപ്പൊ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ജലത്തിലേക്ക് നമ്മൾ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ എടുത്ത് അങ്ങോട്ട് ഇടുന്നു. എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നേരത്തെ സംഭവിച്ചതിന്റെ അത്രയും ഇല്ലെങ്കിൽ കൂടി ഇവിടെ നിന്നും കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകും ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഭാരവും ഈ ലിക്വിഡിന്റെ ഭാരവും തമ്മിലുള്ള ബന്ധം എന്തെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ എന്തൊക്കെ തമ്മിലാണ് നോക്കുന്നേ? വെയിറ്റ് ഓഫ് ദി ബോഡി, പിന്നെ അടുത്ത് നോക്കുന്നത് വെയിറ്റ് ഓഫ് ദി ലിക്വിഡ്. ഇതും ഈക്വൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കുക. നേരത്തെ വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് കണ്ട് ഞാൻ പറയുമ്പോൾ കൂടെ പറഞ്ഞ് മനസ്സിലാക്കുക. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. എന്തൊക്കെ തമ്മിലാ? ബോയൻസി, ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയൻസിയും വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡും, പുറത്തേക്ക് കവിഞ്ഞൊഴുകിയ ലിക്വിഡിന്റെ വെയിറ്റും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും വെയിറ്റാണ്. നമ്മൾ അങ്ങോട്ടിടുന്ന പൊങ്ങിക്കിടക്കുന്ന ബോഡി, അതാണ് ഫ്ലോട്ടിംഗ് ബോഡി. ആ ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റും പിന്നെ ആ പുറത്തേക്ക് കവിഞ്ഞൊഴുകിയ ലിക്വിഡിന്റെ വെയിറ്റും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന ലോ ഏതാണെന്ന് ചോദിച്ചാൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം: വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. നേരത്തെ പറഞ്ഞതിനെ വെച്ച് നോക്കുമ്പോ
കുറച്ചുകൂടി എളുപ്പമാണ്. എങ്ങനെ? വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഐഡിയ മനസ്സിലായല്ലോ? എന്താണ്? നമ്മളൊരു പാത്രം, ഒരു ബീക്കർ നിറയെ വെള്ളം എടുക്കുന്നു, എന്നിട്ട് അതിലേക്ക് നമ്മളൊരു പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെ ഇടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ നിറയെ വെള്ളമുള്ള പാത്രത്തിൽ നിന്നും കുറച്ച് വെള്ളം പുറത്തേക്ക് ഇടും. ഇതിന്റെ വെയിറ്റും നമ്മൾ അങ്ങോട്ട് ഇട്ട ആ വസ്തുവിന്റെ വെയിറ്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ പ്ലവന തത്വം. ഇതറിയാമല്ലോ, ഇത് ആർക്കിമിഡീസ് തത്വം. സംശയമുണ്ടോ? അപ്പോ നമ്മള് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് നിയമങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ആദ്യം പറഞ്ഞത് ഏതാണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഇവിടെ പറഞ്ഞത് നമ്മൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെ പറ്റിയാണോ മുങ്ങിക്കിടക്കുന്ന വസ്തുവിനെ പറ്റിയാണോ ചർച്ച ചെയ്തത്? ആർക്കിമിഡീസിന്റെ കാര്യത്തിൽ ആർക്കിമിഡീസ് എന്ന് പറഞ്ഞാൽ ഇമ്മേഴ്സ്. ആർക്കിമിഡീസ് ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള വസ്തുവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനെ പറഞ്ഞേ? when an object is completely or partially immersed in a liquid, the buoyancy experienced by it will be equal to the weight of the liquid displaced by it. അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു വസ്തുവിനെ ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോ ആ ലിക്വിഡ് ഒരു പാത്രത്തിൽ നിറയെ നമ്മൾ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ പുറത്തേക്ക് എന്ത് ചെയ്യും? ആ ലിക്വിഡ് കവിഞ്ഞൊഴുകും. അതിന്റെ വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബൊയൻസിക്ക് തുല്യമായിരിക്കും. ഇത് മാത്രമേ പറഞ്ഞു. അപ്പൊ ബൊയൻസി എന്തിനു തുല്യമായിരിക്കും? ആ പുറത്തേക്ക് കവിഞ്ഞൊഴുകിയ ലിക്വിഡിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും. രണ്ടാമത് പറഞ്ഞത് അതിലും എളുപ്പമാണ്, ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ലോ ഓഫ് ഫ്ലോട്ടേഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളും വെയിറ്റ് തന്നെയാണ്. എന്തൊക്കെയൊക്കെ വെയിറ്റാ? നമ്മൾ ആ വസ്തു ഉണ്ടല്ലോ, ഏത്? ആ ലിക്വിഡിലേക്ക് ഇടുന്ന വസ്തു, ആ ലിക്വിഡ് പുറത്തേക്ക് കവിഞ്ഞൊഴുകുമല്ലോ, ആ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന ലിക്വിഡിന്റെ വെയിറ്റും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ ബന്ധം എന്താണ്? രണ്ടും ഈക്വൽ ആണ്. അപ്പോ വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ് എന്ന് പറയുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം. കുഴപ്പമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കും. ഫ്രഷ് വാട്ടറിൽ എഗ്ഗ് താഴ്ന്നു പോകും, പക്ഷെ സലൈൻ വാട്ടറിൽ എഗ്ഗ് പൊങ്ങിക്കിടക്കുക, ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതേ ഉള്ളൂ. ഒരു വസ്തു ഒരു ലിക്വിഡിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ ആ വസ്തുവിന് ലിക്വിഡിനേക്കാൾ ഡെൻസിറ്റി കുറവായിരിക്കണം. അത് തന്നെ എവിടെയും സംഭവിച്ചത്. ഫ്രഷ് വാട്ടറിൽ നമ്മൾ എഗ്ഗിനെ എടുത്തിടുമ്പോ ഫ്രഷ് വാട്ടറിന് എഗ്ഗിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? എഗ്ഗ് താഴ്ന്നു. സലൈൻ വാട്ടർ നോക്കിക്കഴിഞ്ഞാൽ, ഉപ്പുവെള്ളം നോക്കിക്കഴിഞ്ഞാൽ എഗ്ഗിന് എന്ത് ചെയ്യും? എഗ്ഗും ഉപ്പുവെള്ളവും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എഗ്ഗ് താഴ്ന്നു. കുഴപ്പമില്ലല്ലോ. പിന്നീട് കെറോസിൻ, മണ്ണെണ്ണ. കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ. മണ്ണെണ്ണ എന്ത് ചെയ്യും? ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. കാര്യം എന്താ? അതും ഇവിടെ പറഞ്ഞ കാര്യം തന്നെ. കാര്യം ഇത്രയേ ഉള്ളൂ. പൊങ്ങിക്കിടക്കണമെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കണം. വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് കെറോസിൻ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഭാഗം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പെട്രോള്, ഡീസൽ മുതലായവ കൊണ്ടുണ്ടാകുന്ന തീ ഒരിക്കലും വെള്ളം ഉപയോഗിച്ച് അണയ്ക്കരുത് എന്ന് പറയാറുണ്ട്. അതിന് കാരണവും ഇത് തന്നെയാണ്. എന്താണ്? വെള്ളം നമ്മൾ എടുത്തൊഴിച്ചാലും വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും പെട്രോളും ഡീസലും. അപ്പൊ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ വളരെ കുറച്ചു കാര്യങ്ങളെ ചർച്ച ചെയ്തുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് ഭാഗമാണ്. ഒന്ന് നമ്മൾ പറഞ്ഞത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ലോ ഓഫ് ഫ്ലോട്ടേഷൻ, മൂന്നാമത് കുറച്ച് ഡെൻസിറ്റിയുടെ കുറച്ച് എക്സാമ്പിളുകൂടെ പറഞ്ഞാൽ. അപ്പോൾ ക്ലാസ്സുകൾ ആവർത്തിച്ച് വീക്ഷിക്കുക. അതിനുശേഷം നോട്ടുകൾ തയ്യാറാക്കുക. നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി നോട്ടിനോട് എഴുതി.